രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ മൂന്നാമത്തെ വ്യക്തിയുടെ അതാണല്ലോ ഇപ്പം ചർച്ചാ വിഷയം എങ്ങും മുഖ്യധാരാ മാധ്യമങ്ങളാണെങ്കിലും സമൂഹ മാധ്യമങ്ങൾ എല്ലായിടത്തും ചർച്ച. മൊഴി എന്നിട്ട് പറയുന്നതാണ്, ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ രാഹുൽ മുതലെടുത്തു. 1, ഭർത്താവിനെ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. 2, തിരുവല്ലയിലെ ഹോട്ടലിൽ തന്നെ കൊണ്ട് നിർബന്ധിച്ച് മുറിയെടുപ്പിച്ചു. അതിൻ്റെ അകത്തൊരു വൈരുദ്ധ്യതയില്ലേ, തോന്നുന്നുണ്ടോ? അല്ല, അതെൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാർ ഒരു വാർത്ത വരുമ്പോൾ ആ ഒരു കേസിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ഈ സെക്സ് എന്നുള്ള വിഷയം മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ഇപ്പം ഈ വിഷയത്തിൽ ഈ സെക്സ് ചെയ്തു എന്നുള്ളതിനേക്കാളും വലിയ വിഷയം എന്ന് വെച്ചാൽ പരിചയപ്പെട്ട് 1 മാസത്തിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു തന്നെ റൂം എടുത്തു എന്ന് കരുതുക. റൂം എടുക്കാനുള്ള ഒരു സാഹചര്യം അവർക്ക് വല്ല കോഫി ഷോപ്പിൽ നിന്ന് സംസാരിച്ചാൽ പോരെ? എല്ലാ പെൺകുട്ടികളും ഭയങ്കര ബുദ്ധിമതികളാണ് എന്ന് നിങ്ങൾ കണക്ക് കൂട്ടരുത് കേട്ടോ. ഇപ്പൊ എൻ്റെ അടുത്താണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ പോയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഞാൻ ട്രാപ്പിൽ വീണില്ല, ഞാൻ പോയി പണി നോക്കണമെന്ന് പറയും. അവര് തമ്മിൽ വീണ്ടും ഏർപ്പെട്ടാലും എത്ര 100 പ്രാവശ്യം ഇഷ്ടത്തോട് ഉഭയകക്ഷി സമ്മതപ്രകാരം സെക്സിൽ ഏർപ്പെട്ടാലും 101ാമത്തെ പ്രാവശ്യം റേപ്പ് ചെയ്തത് റേപ്പ് തന്നെയാണ്. മെസ്സേജ് വന്നു, അതിൽ ഞാൻ ട്രാപ്പിൽ വീണില്ല എന്ന് ഞാൻ പല ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു മെസ്സേജ് വന്നു എന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെയാന്നേ പറയുന്ന ഈ സമൂഹം. അപ്പൊ എങ്ങനെയാന്നേ പുറത്തിറങ്ങിയിട്ട് സ്ത്രീകൾ സംസാരിക്കുന്നത്? വീട്ടുകാർക്ക് പോലും പ്രശ്നമാണ്. കാരണം അവർക്ക് ധൈര്യം കിട്ടുന്നില്ല, ഭയമാണ്. പിന്നെ ഇന്ന് തന്നെ ഈ വിഷയം എടുക്കണമെങ്കിൽ ഇന്ന് ആ കുട്ടിക്ക് നേരെ അയാൾ അയച്ചിരിക്കുന്ന ഭീഷണി സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ ഭീഷണിയൊക്കെ പറയുമ്പോൾ ഒരു സാധാരണ പെൺകുട്ടി എന്ന് വെച്ചാൽ പേടിയാവുന്നേ. ഞങ്ങളും മനുഷ്യരാണ്. ഇതിന്റെ അകത്ത് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയല്ല, അതാണ് പ്രശ്നം. അല്ല, ഈ വിഷയം സ്ക്രൂട്ടിനൈസ് ചെയ്ത് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഇപ്പം വസ്ത്രധാരണത്തിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ റിനീനെ ഏറ്റവും കൂടുതൽ മെൻ്റലി അല്ലെങ്കിൽ എല്ലാ രീതിയിലും ടോർച്ചർ ചെയ്യുന്നത് റിനിയുടെ ഡ്രസ്സിങ് എക്സ്പോസിങ് ആണ്. കാണേണ്ട ഭാഗങ്ങളല്ല കാണിക്കുന്നത്, കാണേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ജനങ്ങൾ വലിയ രീതിയിൽ, അതൊരു സമൂഹമുണ്ട്, ആ സമൂഹം വലിയ രീതിയിൽ ഇങ്ങനെ കമന്റ് സെക്ഷനിൽ കുറഞ്ഞു തുള്ളുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറെയൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ PR ആണ്. എനിക്ക് തോന്നുന്നത് അതാരുടെ PR ആണ്? അല്ല, നമുക്കെതിരെ നിൽക്കുന്നവരുടെ ഓരോരുത്തരുടെ PR ആണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ PR ആണ് അല്ലേ? അല്ല, അങ്ങനെ ആരുടെങ്കിലും ഒക്കെ അദ്ദേഹത്തിന് ഭയങ്കര PR-ന്റെ സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നത്. അല്ല, ഈ വസ്ത്രത്തിന്റെ കാര്യം ഞാൻ പറയാം. അതിലേക്ക് അതായത് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോഴും കുറേ ആളുകൾ ഇവിടെ പൊട്ടക്കെട്ടിലെ തവളകളാണ് എന്നുള്ളതിൽ എനിക്ക് വലിയൊരു ആശങ്കയുണ്ട്. എന്താന്ന് വെച്ചാൽ നോർമലി ചിന്തിക്കണമെങ്കിൽ ഞാൻ വലിയ മോഡേൺ ആയ ഒരാളല്ല. ഇതിൽ മോഡേൺ ആയി എക്സ്പോസിംഗ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കാലഘട്ടമൊക്കെ മാറി. എൻ്റെ ഡ്രസ്സിങ് ഒക്കെ വെരി നോർമലാണ്. മോഡേൺ ആയിട്ടുള്ള ഗേൾസിനോട് പോയി ചോദിച്ചു നോക്കൂ, വളരെ നോർമലായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇതൊന്നും ഒരു മോഡേണും അല്ല, ഇതൊന്നും ഒരു എക്സ്പോസിങ്ങും അല്ല. അപ്പോൾ ഞാൻ ഈവൻ ഷോർട്ട് ഡ്രസ്സസ് ഇടാറില്ല, അങ്ങനത്തെ ഫോട്ടോസൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു സമയത്ത് എൻ്റെ ക്ലീവേജ് കുറച്ച് കാണുന്നു എന്നും പറഞ്ഞിട്ടാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഡ്രസ്സ് ചെയ്ത് നോക്കിയ സമയത്ത്, ട്രയൽ ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് അത്രയും പ്രശ്നം തോന്നിയില്ലായിരുന്നു മിററിൽ നോക്കിയപ്പോൾ. പിന്നെ അത് ഞാൻ ഈ പ്രോഗ്രാമിന്, അത് ഞാൻ തലേ ദിവസം അപ്പം പോയി വാങ്ങിച്ച ഡ്രസ്സാണ്, അതിൽ പറ്റിയൊരു പിഴവാണ്. അപ്പൊ ഞാൻ ഈ കോസ്റ്റ്യൂം ധരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇത് ഇറങ്ങിപ്പോയി, ഞാനിത് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഓൺലൈൻ ചാനലുകാർ അറിയാലോ, ഇവരിങ്ങനെ സൂം ചെയ്ത് ഇതെടുക്കും. പക്ഷെ നേരിട്ട് കാണാൻ ഒരു വൃത്തികേടും ഇല്ലായിരുന്നു. അവരിത് ഇങ്ങനെ എടുത്തെടുത്ത് ഇത് നീലക്കുയിലാണ് അതിന് പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത്. നീലക്കുയിൽ എന്നുള്ളതല്ല, പല ചാനൽസും നീലക്കുയിലാണ് കൂടുതൽ. എനിക്കത് നീലക്കുയിലുമായിട്ട് നല്ല ആത്മബന്ധമുള്ള പോലെ എനിക്ക് പല ഇതിനകത്തും റിനി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് സംസാരിക്കുന്നത്, നിയാസ് സംസാരിക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. നിയാസുമായിട്ട് എങ്ങനെയാണ് കണക്ഷൻ? എനിക്കറിയാം, കാരണം ഞാനൊരു ഫിലിം അഭിനയിച്ചതിന്റെ ഭാഗമായിട്ട് അവര് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് പരിചയമുണ്ട്, അറിയാം. അതുകൊണ്ടായിരിക്കാം എനിക്ക്. അല്ല, അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ വന്നപ്പോൾ ഇവരോട് കമന്റ് ചെയ്തോ അത് ഡിലേറ്റ് ആക്കൂ, അത് ഓവറായിട്ട് നിങ്ങൾ കാണുന്ന രീതിയിലാണല്ലോ, മോശം രീതിയിലാണല്ലോ ഇത് നിങ്ങൾ? ഞാൻ അങ്ങനെ പറയാറില്ല. അതായത് എന്തെങ്കിലും ആയിക്കോട്ടെ, ഹൂ കെയേഴ്സ് തന്നെ എന്റെ ആറ്റിറ്റ്യൂഡ്. ഞാൻ അതിനകത്ത് വലിയ തലക്കായൊന്നില്ല. എനിക്ക് അന്ന് പറ്റിയത് ഞാൻ വിചാരിച്ചതിൽ കൂടുതൽ അത് ഡ്രസ്സ് ഇതായിപ്പോയി എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലൊന്നും ഇതായിപ്പോയി. ഡ്രസ്സ് എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. എനിക്ക് എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഇന്ന ഡ്രസ്സ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മോശം മെസ്സേജ് അയക്കാന്ന് എവിടെയെങ്കിലും നിയമമുണ്ടോ?
ഇല്ലല്ലോ. അപ്പോൾ കോസ്റ്റ്യൂംസിനെ കുറിച്ച് ഞാൻ അങ്ങനെ അല്ലെങ്കിൽ ശരീരം എന്ന് പറയുന്നത് ഒരു കാഴ്ച വസ്തുവാണ്, അത് കണ്ട എന്തോ സംഭവിക്കും, സ്ത്രീ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അങ്ങനെ കരുതുന്ന ഒരാളെ അല്ല. ഇപ്പൊ നമ്മൾ ബീച്ചിൽ പോയാൽ ബിക്കിനി ഇടുന്നു എന്നൊക്കെ പറയുന്ന പോലെ അതൊരു സാധാരണ കാര്യമാണ്. അതൊക്കെ ഇന്ത്യൻസ് വളരെ ഓവർ ഇമ്പോർട്ടൻസ് ബോഡിക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പുരുഷന്മാരാണെങ്കിൽ ബീച്ചിൽ പോകുമ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, സ്ത്രീകളും അങ്ങനെ ധരിക്കുന്നു. അതൊക്കെ പുരുഷനെ കാണിക്കാനാണെന്നൊക്കെ പറയുന്ന ആറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കര നൂറ്റാണ്ടുകൾ പുറകിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ പിന്നെ അതിൻ്റെ അകത്ത് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യമുണ്ട്, വലിയ രീതിയിലുണ്ട്. അത് നമ്മൾ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കാതെ പോകാനും പറ്റില്ല. കാരണം വലിയ രീതിയിലാണ് ഈ മലയാളി ലൈംഗിക ദാരിദ്ര്യം മാത്രമല്ല, സ്ത്രീകള് കുറച്ച് ശ്രദ്ധിക്കപ്പെടുന്നതും ഇഷ്ടമല്ലാത്തൊരു വലിയ സമൂഹം. അങ്ങനെയും നമ്മളെ ഒന്ന് താറടിക്കുക, അപമാനിക്കുക. അപ്പൊ നമ്മള് വീഷ്യ എന്നൊക്കെ പറയുന്ന പദങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളങ്ങ് തകർന്നു പോകും. എനിക്ക് തോന്നുന്നു ഒരു പുരുഷൻ അഭിപ്രായം പറയുമ്പോൾ ഇത്രയും മോശം കമന്റ്സ് കാണാറില്ല. ഏത് തരം പുരുഷനാണെങ്കിലും, ഇപ്പൊ ഈവൻ ഒരു ഡ്രഗ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ഒരു ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ അതിനകത്ത് അത്ര പ്രശ്നങ്ങളില്ല. പക്ഷെ ഒരു സ്ത്രീ ആകുമ്പോ ഇവളാരാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇതൊക്കെ ഭയങ്കര പഴഞ്ചൻ ആറ്റിറ്റ്യൂഡ്. കമന്റ് ചെയ്യാൻ പോലും നമുക്കാണോ? അല്ല, ഈ ഇത്തരത്തിൽ ഈ വേശ്യ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോശം വാക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, വേറെ അത്തരത്തിലുള്ള പല പൊട്ടാസ്, വെടി എന്നൊക്കെ പറഞ്ഞ മോശം വാക്കുകൾ, അങ്ങനെയുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്റെ അഭിപ്രായം, അല്ലേ? പിന്നെ വേറെ കാര്യമുണ്ട്, ബഹുഭൂരിപക്ഷം ഇങ്ങനെ ഇടുന്ന ഒരു ഫേക്ക് ഐഡിയ. അല്ല, അതെന്താന്ന് വെച്ചാൽ അവരുടെ ഫ്രസ്ട്രേഷൻ ഒക്കെ അവർക്ക് ഒറിജിനൽ ഐഡി വന്ന് എഴുതാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ചിലർക്കൊക്കെ നല്ല റിപ്ലൈ കൊടുക്കാറുണ്ട് ചില സമയങ്ങളിൽ. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ട്? ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഈ പ്രാവശ്യം അങ്ങനെ റിപ്ലൈ കൊടുത്ത് കണ്ടിട്ടേ ഇല്ല. അല്ല, ഞാൻ ചിലതിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത് എനിക്ക് ഓർമ്മയില്ല, ഞാൻ നല്ല അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചു. ഞാൻ പറയും ഞാൻ പേടിക്കുന്നില്ലെന്നേ, ഞാൻ എന്റെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നാണ് കമന്റ് ഇടുന്നത്. അപ്പൊ നിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അതിനകത്ത് പേടിയില്ല. ഞാൻ പറയാനുള്ള എന്റെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് തന്നെ പറയും. എനിക്ക് എന്റെ ഫേസ് ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നാ പറയുന്നത്, അല്ലാതെ ഇവരുടെ പോലെ ഇങ്ങനെ ഒളിച്ച് ഇരുന്നല്ല. ആണുങ്ങളുടെ ധൈര്യം പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് ഒന്ന് കമന്റ് ഇടുന്നേ, അതിനുള്ള ധൈര്യമെങ്കിലും കാണിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഫെമിനിസ്റ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെ ഒരു ഫെമിനിസ്റ്റ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്താ, അത് പുരുഷ വിദ്വേഷി എന്നാണ് ആറ്റിറ്റ്യൂഡ്. ഞാൻ അങ്ങനെ പുരുഷ വിദ്വേഷി ഒന്നുമല്ല, എനിക്ക് പുരുഷന്മാരെയൊക്കെ ഇഷ്ടമാണ്. എനിക്കൊരു ഇഷ്ടക്കുറവില്ല. അല്ല, പിന്നെ എന്തുകൊണ്ടാണ് ഈ ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് താറടിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? അതായത് ഞാൻ സ്ത്രീപക്ഷം പറയുന്നുണ്ടെന്നുള്ളു, പക്ഷെ എന്നാ പോലും ഞാൻ പുരുഷന്മാരുടെ കാര്യങ്ങളും പറയാറുണ്ട്, സ്ത്രീപക്ഷം പറയാറുണ്ട്. ഞാനൊരു സ്ത്രീ എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ട് സ്ത്രീകളുടെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കുറച്ച് പറയിടാവുകയും പറയുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതിന് ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ ഭയങ്കര ഫെമിനിസാണ്, മോശം ആളാണ് എന്നൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഐ മീൻ പുരുഷ വിദ്വേഷിയാണെന്നൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ കൊണ്ടുവരുന്നതാണ് പ്രശ്നം. ഞാൻ നോർമലി, അതിപ്പോ സ്ത്രീയും പുരുഷനും ഇല്ലാതെ ഈ സമൂഹം നിലനിൽക്കില്ലല്ലോ. ഐ മീൻ ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെയാണ്. അപ്പൊ പിന്നെ ഞാനങ്ങനെ റോങ് ആയിട്ട് ഒരു പുരുഷനെ അക്യൂസ് ചെയ്യുന്നതിന് ഭയങ്കര എതിരുവാണ്. പുരുഷൻ എന്നുള്ളതല്ല, ആരെയാണെങ്കിലും. ഇപ്പൊ നമ്മളൊരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ എന്നെ ഇപ്പോൾ ഒരാൾ ടച്ച് ചെയ്താല് ഞാൻ തിരിച്ചൊന്നും പറയില്ല. ഫസ്റ്റ് ടച്ച് ആണെങ്കിൽ, സെക്കൻഡ് ടച്ച് ആണെങ്കിൽ, ഈവൻ ഒരു തേർഡ് ടച്ച് എത്തുമ്പോഴാണ് ഞാൻ തിരിച്ച് പറയാറുള്ളൂ. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് അറിയാതെ സംഭവിച്ചാണെങ്കിലോ സെക്കൻഡും പോട്ടെ എന്ന് അങ്ങനെ മാത്രം പ്രതികരിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് ഞാൻ 3.5 വർഷം എടുത്തതെന്ന് പലരും ചോദിക്കുന്ന എൻ്റെ ഒരു കാരണം അതാണ്. അതായത് എനിക്ക് അറിയണമല്ലോ അയാൾ എന്നെ റോങ് ആയിട്ടാണോ അയാളുടെ ഉദ്ദേശം എന്ന് എനിക്ക് അറിയണമല്ലോ. അങ്ങനെ ഉദ്ദേശം കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രം പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ. വെറുതെ റോങ്ലി ആരെ അക്യൂസ് ചെയ്യില്ല, എനിക്കത് ഇഷ്ടമല്ല. കാരണം അവരുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി, അവരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. നമ്മൾ വെറുതെ ചിലപ്പോൾ ബസ്സിൽ തിരക്കിൽ അറിയാതെ ഒന്ന് മുട്ടി. ഈ അടുത്ത് കണ്ടായിരുന്നു കുറച്ച് വീഡിയോസ്, ഇങ്ങനെ ഇരുന്നിട്ട് അയ്യോ എൻ്റെ ഇങ്ങനെയാണ് കൈ വെച്ചിരിക്കുന്നത്, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഫോൺ ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ ഇതാ ഇപ്പുറത്തെ എൻ്റെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്, ആ ചേട്ടൻ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് കണ്ടോ? ഞാൻ ആ വീഡിയോ ശരിക്കും കണ്ടില്ല. ഞാൻ ആ വീഡിയോ ഫുള്ള് കണ്ടു. കാരണം അത് എന്താണെന്ന് അറിയാൻ വേണ്ടി അത് കൃത്യമായിട്ട് ഞാൻ കണ്ടു. എന്റെ ചേട്ടനാണ്. അപ്പം സ്വാഭാവികമായിട്ടും എന്താ നമ്മൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ആ അപ്സ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഇതിൻ്റെ അകത്ത് ആ ഇപ്പുറത്തിരിക്കുന്ന ആ പുരുഷൻ ഒരു റോങ് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇതിന് മുമ്പത്തെ പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ അതും കൂടി പറയണം. നമ്മൾ ജനറലൈസ് ചെയ്തല്ല പറയുന്നത്. ആ ഒരു വിഷയത്തിലല്ല, അങ്ങനെ റീച്ച് ആവാൻ വേണ്ടി ഇത്തരത്തിൽ പുരുഷന്മാരെ ഒരു കോർണർ ചെയ്ത് ഉപയോഗിക്കുന്ന അതിനെക്കുറിച്ച് എന്താണ്?
പറഞ്ഞത്. ഇതിപ്പോ ഈ ബസ്സിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാട്ടോ ഞാൻ ഇത് കോട്ട് ചെയ്ത് ചോദിക്കുന്നത്. ഒരിക്കലും റോങ് ആയിട്ട് നമ്മൾ ഒരാളെ അക്യൂസ് ചെയ്യാൻ പാടില്ല. അത് ഭയങ്കര മോശമല്ലേ? അയാൾക്കും ജീവിതമുള്ളതാണ്, അയാൾക്ക് കുടുംബമുള്ളതാണ്. അങ്ങനെ ഞാൻ അതിന് ഭയങ്കര എതിരാ. ഞാൻ അങ്ങനെ പറയാറുമില്ല. അതായത് ഞാൻ ഒരാളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാം, അവർ വിശ്വസിക്കും. കാരണം അങ്ങനെ ഞാൻ പറയുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കാമെങ്കിൽ ഞാൻ വിട്ടുകളയുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ആരെയും വേദന, ഈവൻ കല്യാണം കഴിച്ച പുരുഷന്മാര് ശല്യം ചെയ്യുമ്പോഴോ മെസ്സേജ് ചെയ്ത് സംഭവങ്ങളിലും, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ കൂട്ടുകാരികളുടെ ഭർത്താക്കന്മാർ പോലും ചിലപ്പോൾ ഫ്ലോട്ട് ചെയ്ത് മെസ്സേജ് അയക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളിൽ പോലും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, കാരണം അവരുടെ കുടുംബജീവിതം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അത്രയ്ക്ക് അതിനെ കുറിച്ച് കൺസേൺ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഒരിക്കലും റോങ് ആയിട്ട് എനിക്ക് ആ കുട്ടിയുടെ കാര്യം അറിയില്ല. ഞാൻ ആ വീഡിയോ ശരിക്കും കണ്ടില്ല, കാരണം ഞാൻ കുറച്ച് ഈ തിരക്കുകളിലായിരുന്നു, ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഞാനിത് കേട്ടിരുന്നു, കുറച്ച് ഫീഡ്ബാക്സ് ഒക്കെ പലരുടെയും കണ്ടിരുന്നു. പക്ഷെ അങ്ങനെ റോങ്ലി ഒരിക്കലും അക്യൂസ് ചെയ്യാൻ പാടില്ല. അത് ആ വ്യക്തിയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്, അവരുടെ ഫാമിലിയോട് ചെയ്യുന്നത്. നമ്മളൊരാളെ അക്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മനസാക്ഷിക്ക് ഉറപ്പുണ്ടാവണം. ഒരു പക്ഷെ ബാക്കിയുള്ളവർക്ക് അറിയണം എന്നില്ല, പക്ഷെ നമ്മുടെ മനസാക്ഷിക്ക് തീർച്ചയായിട്ടും. അതായത് ആ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അല്ല ചുമ്മാ ഒരാവശ്യമില്ലാതെ അത് ശരിയല്ലല്ലോ, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പം ഇത് മൂന്നാമത്തെ വ്യക്തിയുടെ അതാണല്ലോ ഇപ്പം ചർച്ചാ വിഷയം. എങ്ങും മുഖ്യധാരാ മാധ്യമങ്ങളാണെങ്കിലും സമൂഹ മാധ്യമങ്ങൾ എല്ലായിടത്തും ചർച്ച. മൊഴി അതിജീവിതയുടെ മൊഴി മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. എന്നിട്ട് പറയുന്നതാണ്, ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ രാഹുൽ മുതലെടുത്തു. 1, ഭർത്താവിനെ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. 2, രാഹുലിനെ നേരിൽ കാണുന്നത് 2024 ഏപ്രിൽ മാസത്തിലാണ്. 2024 ഏപ്രിൽ മാസം എന്ന് പറയുമ്പോൾ ഏകദേശം 2024-25 ഏകദേശം 2 വർഷത്തോട് അടുക്കുന്നു, 2 വർഷം ആകുന്നു അല്ലേ. തിരുവല്ലയിലെ ഹോട്ടലിൽ തന്നെ കൊണ്ട് നിർബന്ധിച്ച് മുറിയെടുപ്പിച്ചു. അതിൻ്റെ അകത്തൊരു വൈരുദ്ധ്യതയില്ലേ, തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ഈ വിഷയത്തിൽ ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ ഒരു കമന്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അത് ആ വിഷയം കോടതിയാണ് അതിനകത്ത് കണ്ടെത്തേണ്ട ഒരു കാര്യം. നമ്മൾ അതിനകത്ത് സ്കൂട്ടനൈസ് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷെ എങ്കിൽ പോലും ഇനി അറിയാനുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെ ചോദിക്കുന്നതാണ്. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ വളരെ ഈസി ആയിട്ട് ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ നിയമവ്യവസ്ഥയിൽ വളരെ സിമ്പിളായിട്ടൊരു ലൈംഗിക പീഡന പരാതി കൊടുത്ത് അകത്താക്കാൻ ഈ പറയുന്ന പാടൊന്നുമില്ല, ശരിയല്ലേ? ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് സ്ത്രീക്ക് അനുകൂലമാണ്. ബഹുഭൂരിപക്ഷം നിയമങ്ങളും സ്ത്രീക്ക് അനുകൂലമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പുരുഷ കമ്മീഷൻ വരണമെന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഈശ്വറിനെ പോലുള്ളവരൊക്കെ, എനിക്ക് പേഴ്സണലി വളരെ അടുപ്പുള്ള ആളാണ് ഈ രാഹുൽ ഈശ്വറും ഒക്കെ പറയുന്നത് പുരുഷ കമ്മീഷൻ വരണമെന്നുള്ള രീതിയിലൊക്കെയാണ്. ദുരുപയോഗം ചെയ്യപ്പെടും. ഇന്ന് ഞാൻ റിനിയുടെ ഒരു പോസ്റ്റ് കണ്ടു, ഉമ്മൻചാണ്ടി സാറിനുമായിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ കണ്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നി. നല്ലൊരു അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നതും വളരെ ഇപ്പോഴും ആപ്തവാക്യങ്ങളായിട്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന നല്ല വാക്കുകളായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സരിതമാരും ഈ നാട്ടിലുണ്ട് അല്ലേ? അത്തരത്തിലുള്ള സരിതമാരും ഈ നാട്ടിലുണ്ട്. അപ്പോൾ ഈ 2 തരത്തിലുള്ള സ്ത്രീകളെ നമ്മൾ കൂട്ടി വായിക്കണ്ടേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് ഒരു പുരുഷനുമായിട്ട് എല്ലാ രീതിയിലുള്ള സഹവാസത്തിലും ഒരുമിച്ച് നിന്നിട്ട് അയാളുമായിട്ട് തെറ്റിപ്പിരിയുന്ന സാഹചര്യത്തിൽ അയാൾക്കെതിരെ ഈസി ആയിട്ടൊരു കേസ് കൊടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ഇത് മാറുന്നുണ്ട്. അല്ല, അതെന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാർ ഒരു വാർത്ത വരുമ്പോൾ, ആ ഒരു കേസിന്റെ കാര്യങ്ങൾ വരുമ്പോൾ ഈ സെക്സ് എന്നുള്ള വിഷയം മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ഇപ്പൊ ഈ വിഷയത്തിൽ ഈ സെക്സ് ചെയ്തു എന്നുള്ളതിനേക്കാളും വലിയ വിഷയം എന്ന് വെച്ചാൽ അതിൽ നടന്നിരിക്കുന്ന ഒരു അബോർഷന്റെ ഒരു ഇഷ്യൂ ആണ്. ഞാൻ പറയുന്നത് അതാണ് അതിന്റെ വിഷയം. അതായത് അവർക്ക് ആ കുട്ടിയെ വളർത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പുരുഷനെ എതിർക്കേണ്ട കാര്യമില്ല. സെക്സിൽ എങ്ങനെ സംഭവിച്ചാലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ പിന്നെ വേറൊരു കേസിൽ, ഒരു സിനിമാ നടനെ അക്യൂസ് ചെയ്തിട്ടുള്ള ഒരു കേസിൽ അതിലുണ്ടായത് അവർ സെക്ഷൽ റിലേഷൻഷിപ്പ് അതിന്റെ പ്രശ്നമായിരുന്നില്ല, അതിനുശേഷം ഇയാൾ ഉപദ്രവിച്ചു, അതിനെ സംബന്ധിച്ചായിരുന്നു കേസ് വന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. ഈ ഒരു ടോപ്പിക്ക് മാത്രമായിട്ട് പോകുകയാണ്, മനസ്സിലായില്ലേ? പിന്നെ ഒരു പുരുഷനും സ്ത്രീയുടെയും ഈ വിഷയത്തിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒരാള് ഈ കൺസെന്റ് എന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അത് മാനിപ്പുലേറ്റഡ് കൺസെന്റ് ഉണ്ട്, മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ ഒരു റോള് തരാം, സിനിമയിൽ അഭിനയിക്കാൻ റോൾ തരാം, അല്ലെങ്കിൽ ഒരു ജോലി തരാം, അല്ലെങ്കിൽ വിവാഹം കഴിക്കാം, അങ്ങനെയുള്ള മാനിപ്പുലേറ്റഡ് കൺസെന്റ് ഉണ്ട്. അതിൽ പെൺകുട്ടികൾ വീണ് പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അവർ പൂർണ്ണമായി ഇത് ഈ ശാരീരിക ബന്ധം എന്ന് പറഞ്ഞാൽ 2 പേർക്കും യാതൊരുവിധ മാനിപ്പുലേഷനും ഇല്ലാതെ
രണ്ടുപേരും താല്പര്യപ്പെടുന്നതാണ് നമുക്കൊരു കൺസെൻഷ്വൽ സെക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ പതുക്കെ പതുക്കെ പ്രലോഭിപ്പിച്ച് ഈ പെൺകുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രലോഭനങ്ങളിൽ വീണു പോകുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ ഇഷ്യൂ ആണ്. ഗേൾസ് ഭയങ്കര ഇമോഷണൽ ആണ് പലപ്പോഴും. അപ്പൊ എന്തെങ്കിലും പ്രലോഭനം, ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം, ഇത് സ്വാഭാവികമല്ലേ ലവേഴ്സിന്റെ ഇടയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലേക്ക് കൊണ്ടുപോകുന്ന സംഭവങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് ഭയങ്കര വൈറലായി എനിക്കെതിരെ വന്നൊരു കാര്യമാണ്. അതായത് ഒരാൾ റൂമിൽ ചെന്ന് കഴിയുമ്പോൾ, റൂമിൽ ചെല്ലുന്നത് പിന്നെ ഈ ഉദ്ദേശത്തിനല്ലേ? അങ്ങനെയാണോ? റൂമിൽ ചെന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞ ഉദ്ദേശത്തിനാണ് എന്നൊന്നും നമുക്ക് കരുതാൻ പറ്റില്ല. ഈ കേസോടെ ബന്ധപ്പെട്ട ഒരു ഇത് ഞാൻ പറയാം. അതായത് ഏപ്രിലാണ് 2024 പരിചയപ്പെടുന്നത്. ആ പരിചയപ്പെട്ട് ഒരു മാസത്തിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു തന്നെ റൂം എടുത്തു എന്ന് കരുതുക. റൂം എടുക്കാനുള്ള ഒരു സാഹചര്യം അവർക്ക് വല്ല കോഫി ഷോപ്പിൽ നിന്ന് സംസാരിച്ചാൽ പോരെ? അതിനകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രശസ്തരായ വ്യക്തികളാകുമ്പോൾ അത് വ്യത്യാസമുണ്ട്. ഞാൻ അന്ന് പറഞ്ഞ ടോപ്പിക് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ അതാണ്. അതായത് പ്രശസ്തനായ ഒരു വ്യക്തിയാകുമ്പോൾ നമുക്ക് അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ചിലപ്പോൾ പറ്റണം എന്നില്ല. അതാണ് അവർ പറയുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് ഒത്തിരി പ്രശസ്തരായ ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അവരെപ്പോഴും പറയുന്നത്, അതായത് ഒരു ബീച്ചിൽ പോയിരിക്കാൻ പറ്റില്ല, ഒരു സിനിമ തിയേറ്ററിൽ അങ്ങനെയൊക്കെ ഉള്ള. അപ്പൊ ഇവര് ഈ ഇങ്ങനെയുള്ള ആളുകൾ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാം എന്ന് പറയുമ്പോ ചില പെൺകുട്ടികൾ വീണു പോകുന്നൊരു പ്രശ്നമുണ്ട്. മനസ്സിലായി ഞാൻ പറഞ്ഞ അത്? ശരി അല്ല, ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയുന്ന എല്ലാ പെൺകുട്ടികളും ഭയങ്കര ബുദ്ധിമതികളാണ് എന്ന് നിങ്ങൾ കണക്ക് കൂട്ടരുത് കേട്ടോ. ഇപ്പൊ എന്റെ അടുത്താണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ പോയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഞാൻ ട്രാപ്പിൽ വീണില്ല, ഞാൻ പോയി പണി നോക്കണമെന്ന് പറയും. ഞാൻ വേണമെങ്കിൽ ഞാൻ പറയും റെസ്റ്റോറന്റിൽ കാണാമെന്ന് പറയും. അല്ലെങ്കിൽ എത്രയോ റെസ്റ്റോറന്റുകൾ ഉണ്ട്, നമുക്ക് നല്ല 5 സ്റ്റാർ റെസ്റ്റോറന്റ്, ആരുടെ ശല്യമില്ല, സമാധാനത്തിൽ പോയി സംസാരിച്ചൂടെ? സംസാരമല്ല. അതല്ലെങ്കിൽ എന്നോട് പറയാം ഞാൻ വിവാഹം കഴിച്ചോളാന്ന് പറയുമ്പോൾ ഞാൻ അപ്പൊ തന്നെ പറയും എന്നാ വിവാഹം കഴിച്ചിട്ടാ. എന്റെ അടുത്തൊന്നും നടക്കില്ല. മനസ്സിലായി? ഇനി ഒരു റോള് തരാന്ന് പറഞ്ഞാൽ ഞാൻ പറയും അങ്ങനെ വേണ്ട എന്ന് പറയും. കാരണം വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് റോള് തന്നില്ലെങ്കിൽ നമുക്ക് പോയി പരാതി കൊടുക്കും, എനിക്ക് റോള് തന്നില്ല. പിന്നെ നമ്മളിങ്ങനെയൊക്കെ പരാതി പറയുമ്പോൾ ആളുകൾ അതൊന്നും അംഗീകരിക്കില്ല. അതാണ് ഈ സമൂഹം. പക്ഷെ ഈ പെൺകുട്ടികൾക്ക് പലപ്പോഴും സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള മാനിപ്പുലേഷനിൽ പോയിട്ട് വീഴുവാണ്. പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ പ്രശസ്തരായ ഒരാളെയും പരിചയമില്ലായിരിക്കും. അതൊരു പ്രശ്നമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് രാഷ്ട്രീയത്തിലും സിനിമയിലൊക്കെ ഉണ്ട്. അപ്പൊ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാന്നൊന്നും പറയുന്നത് എനിക്കൊരു വിഷയമല്ല. എന്നോട് വന്നിട്ട് ഒരു പ്രശസ്തനായ ഒരു ആള് വന്നിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാന്ന് ഞാൻ അതിനകത്തൊന്നും ഫാസിനേറ്റഡ് ആവില്ല. അത് ഒരാളെയും പരിചയമില്ല എന്ന് വിചാരിക്കും, ഒരാളെയും പരിചയമില്ല. അപ്പൊ പറയാം നമുക്ക് കുറച്ചു നേരം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കുറച്ചു നേരം ഒന്ന് സംസാരിക്കാൻ കിട്ടുവാണ്. ആ ഒരു സാധനം ഉണ്ട്. അങ്ങനെയൊക്കെ ചില ഈ പെൺകുട്ടികൾക്ക് ഈ പ്രശ്നം സംഭവിക്കുന്ന പ്രധാനപ്പെട്ട രീതിയിൽ സംഭവിക്കുന്നത് ഇതാണ്. അപ്പൊ നമുക്ക് എല്ലാ പെൺകുട്ടികൾക്കും ബുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു പ്രശ്നം വെച്ചാൽ 15 വയസ്സുള്ളൊരു കൊച്ചിനൊരു മിസ്റ്റേക്ക് പറ്റിയാലും ആളുകളത് അംഗീകരിക്കുന്നില്ല, പെണ്ണുങ്ങളെ അംഗീകരിക്കുന്നില്ല. അതേസമയം 35 വയസ്സോ 40 വയസ്സോ ഒരാൾ ചെയ്താൽ പറയാം അവനാണല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ രണ്ട് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട്. പക്ഷേ ഈ ഇതിന്റെ അകത്ത് റൂം എടുത്തിരിക്കുന്ന സ്ത്രീയാണ്. അല്ല ഞാനതിനെ പറഞ്ഞല്ലോ. അല്ല അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം രണ്ടുപേരുടെയും കൺസെന്റോട് ഉഭയസമ്മത പ്രകാരം എന്ന് പറയും പച്ചമലയാളത്തിൽ. അതെന്തിനാണ് റൂം എടുത്തത്, എന്ത് വിഷയത്തിൽ അതിൽ തന്നെ പറയുന്നുണ്ട്. അതായത് റൂം എടുത്തു എന്ന് പറയുന്നതിന്റെ വിഷയം പറയുന്നത് പാർലമെന്ററി ഇലക്ഷൻ സമയമാണ്, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അതിനകത്ത്. ഇലക്ഷൻ സമയത്താണ്, അപ്പൊ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, റൂമിലിരുന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാണെന്ന് പറയുന്നുണ്ട്. മനസ്സിലായി? പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ റൂമിൽ ചെന്നിട്ട് ഇയാൾ എങ്ങനെയാ പെരുമാറുന്നു എന്നുള്ളതും വിഷയമാണ്. മനസ്സിലായില്ലേ? അതായത് അവിടെ നടന്നത് ഫോഴ്സ് സെക്സ് ആണോ എന്നുള്ളത്. അതായത് ഒരു രണ്ടുപേര് തമ്മിൽ ഞാൻ പറയട്ടെ, രണ്ടുപേര് തമ്മിൽ സെക്ഷൽ ഏർപ്പെടുമ്പോൾ അതിൽ ഓരോ കാര്യത്തിലും കൺസെന്റ് വേണം. മനസ്സിലായില്ലേ? ഇനി അവർ തമ്മിൽ വീണ്ടും ഏർപ്പെട്ടാലും എത്ര 100 പ്രാവശ്യം ഇഷ്ടത്തോട് ഉഭയകക്ഷി സമ്മതപ്രകാരം സെക്ഷൽ ഏർപ്പെട്ടാലും 101ാമത്തെ പ്രാവശ്യം റേപ്പ് ചെയ്തത് റേപ്പ് തന്നെയാണ്. മനസ്സിലായില്ലേ? അങ്ങനെയുണ്ട്. അതായത് എപ്പോഴും ആ കൺസെന്റ് വേണം. ഇപ്പൊ രണ്ടുപേരും തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു, അത് രണ്ടുപേരും സമ്മതിച്ചാണ്. 2ാമത്തെ പ്രാവശ്യം ആ പെൺകുട്ടിക്ക് വേണ്ടാന്നാണ് അപ്പൊ തോന്നുന്നതെങ്കിൽ ആ സമയത്തില്ല പറ്റില്ല എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്താലോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിലൊരു സിവിക് സെൻസ് ഉണ്ട്. അതിനകത്തൊരു സിവിക് സെൻസ്, നമ്മൾ എങ്ങനെ പെരുമാറും. അപ്പോൾ ഓരോ കാര്യങ്ങളിലും ആ കൺസെന്റ് ഉണ്ട്. ചിലപ്പോൾ ഇന്നൊരു കാര്യത്തിന് കൺസെന്റ് ഉണ്ടാവും, അടുത്ത കാര്യത്തിന് കൺസെന്റ് ഉണ്ടാവില്ല.
മനസ്സിലായില്ലേ? അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ രീതിയിൽ അതിനെല്ലാം നമുക്ക് റേപ്പിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്തു എന്നുള്ള പരിധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അത് ഒരു ഇന്റർവ്യൂ പറഞ്ഞത് ഭയങ്കര ഇതായി, റൂം എടുക്കുന്ന ഉമ്മ വയ്ക്കാനാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കതിരെ ഞാൻ പറയുന്നു കിസ്സാണ് അനുവാദം ഉള്ളൂ എങ്കിൽ കിസ് മാത്രമേ അനുവാദമുള്ളൂ. അടുത്തൊരു ഘട്ടത്തിലേക്ക് പോയിട്ട് അതിൽ ആ പെൺകുട്ടിക്ക് അനുവാദം ഇല്ലെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. അല്ല, ഈ അനുവാദമില്ലാത്ത പെൺകുട്ടി എന്തുകൊണ്ട് ഈ നിയമപരമായിട്ടുള്ള രീതിയിലേക്ക് പോകാൻ വേണ്ടി ഈ 2 വർഷം എടുത്തു എന്നൊരു ചോദ്യമുണ്ട്. അതിലെ സോഷ്യൽ ജഡ്ജ്മെന്റ്. ഈ പരാതി വന്നിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്ക്, എന്തുമാത്രം ജഡ്ജ്മെന്റ് എന്നുള്ളത്. വീട്ടുകാരുടെ പ്രശ്നം. പിന്നെ ഈ 2 പേര് തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞ സ്ത്രീക്ക് മാത്രം പ്രശ്നം വരുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്ത്രീ മാത്രമാണ് കുറ്റക്കാരി. ഇന്നും ഇല വീണ് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലക്കാണ് കേടെന്ന് ചിന്തിക്കുന്ന ഒരു സംഭവമാണ്. മാത്രം കുറ്റക്കാരിയാകുന്നു. അപ്പൊ അങ്ങനെ കുറ്റക്കാരിയാകുമ്പോ എനിക്ക് മെസ്സേജ് വന്നു എന്ന് പറഞ്ഞ വിഷയത്തിന് ഞാനാണ് ഗർഭിണിയായ പെണ്ണെന്ന് പറഞ്ഞു എന്നെ അപമാനിക്കുന്നുണ്ട്. മെസ്സേജ് വന്നു, അതിൽ ഞാൻ ട്രാപ്പിൽ വീണില്ല എന്ന് ഞാൻ പല ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു മെസ്സേജ് വന്നു എന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെയാന്നേ പറയുന്ന ഈ സമൂഹം. അപ്പൊ എങ്ങനെയാന്നേ പുറത്തിറങ്ങിയിട്ട് സ്ത്രീകൾ സംസാരിക്കുന്നത്? വീട്ടുകാർക്ക് പോലും പ്രശ്നമാണ്, വീട്ടിൽ പോലും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇവർ ജീവിക്കുന്നത്. ഇവർക്ക് ഇത് ഭയങ്കര പറയണം, അല്ലെങ്കിൽ ഇയാൾക്കൊരു ശിക്ഷ കിട്ടണം എന്ന് ഇവരുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ അത് പ്രവർത്തിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അത് ഇവിടുത്തെ അതാ ഞാൻ പറഞ്ഞ സാമൂഹിക സാഹചര്യം മാറണം. ഈവൻ ഇഫ് സമ്മൺ റേപ്ഡ് ആണെങ്കിൽ പോലും എന്താ പ്രശ്നം? അങ്ങനെ സംഭവിച്ചു, ഇപ്പൊ താങ്കൾ ഒരു പട്ടി കടിച്ചു എന്ന് പറഞ്ഞിട്ടോ അയ്യോ എന്നെ പട്ടി കടിച്ചെന്ന് പറഞ്ഞ് വിഷമിച്ചുകൊണ്ട് വീട്ടിലിരിക്കുവോ? ഇല്ല, അങ്ങനെയല്ലേ, അത് പട്ടി കടിച്ചതാണ്, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ റേപ്പുള്ളൂ. നമ്മളെ ഒരാൾ ഫോഴ്സ്ഡ് ആയിട്ട് ഒരാൾ റേപ്പ് ചെയ്യാണ്, നമ്മൾ എന്ത് തെറ്റാണ് അവിടെ ചെയ്തിട്ടുള്ളത്? ഇനി അങ്ങനെയല്ല, നമ്മൾ സമ്മതിച്ചതിന് ശേഷം മാനിപ്പുലേഷൻ ആണെന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും എനിക്ക് റിനി പറയുന്ന എല്ലാം ഞാൻ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് യാഥാർത്ഥ്യമുണ്ട്. പുള്ളീനെ എനിക്ക് ന്യായീകരിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം ഒരു MLA എന്നുള്ള നിയമസാമാജികത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ധാർമ്മികതയ്ക്ക് ചേരാത്ത നിലപാടുകളും പ്രവൃത്തികളുമാണെന്നുള്ളതിൽ എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. അതിലാണിപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ഉപ്പ് നിന്ന് വെള്ളം കുടിക്കുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാൽ പോലും വേറെ മറ്റുള്ള ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ പുരുഷന്മാരും ഇനി സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന പുരുഷന്റെ രീതിയിൽ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കൺസേൺ കൂടി നമ്മൾ പറയണം. അതിന്റെ തന്നെ ഞാൻ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടിയെ പോലെ അല്ലെ എൽദോസ് കുന്നപ്പള്ളിയെ പോലെ ഇരയാക്കപ്പെട്ടവർ ഈ സമൂഹത്തിലുണ്ട്. ഇതിനൊരു എന്താ പറയാ, ഒരു അവസരമാക്കി എടുക്കുന്നുണ്ട് ഈ നിയമത്തെ. അതായത് പുരുഷനെതിരെ ഇപ്പൊ എനിക്കെതിരെ ഇപ്പോൾ ഒരു സ്ത്രീക്ക് വളരെ സിമ്പിളായിട്ട് ഇന്നത്തെ നിയമവ്യവസ്ഥയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യിപ്പിക്കാൻ ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുമില്ല. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ FIR ഇടണമെങ്കിൽ എന്തെങ്കിലും കാര്യം വേണം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ താങ്കളെ കുറിച്ച് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് താങ്കളെ കുറിച്ച് പരാതി പറഞ്ഞാൽ താങ്കളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? അവർ FIR ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ അവർ അന്വേഷിക്കും, അതിനുശേഷം FIR ഇടാൻ പറ്റുള്ളൂ. ഒന്നും അന്വേഷിക്കാ അങ്ങനെയൊന്നും, അതൊക്കെ വെറുതെ പറയുന്നതാ. ഒന്നും അന്വേഷിക്കാതെയാണ് ഒരാൾ പിടിച്ചോണ്ട് പോകുന്നത്. അത് സംഭവിക്കില്ല. അതായത് ഇനീഷ്യലി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അവർ അന്വേഷിക്കും. ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി താങ്കളെ കുറിച്ചൊരു പരാതി കൊടുത്താൽ പോലീസ് അന്വേഷിക്കും. ഇവിടെ ഈ നിൽക്കുന്നവരോടൊക്കെ അന്വേഷിക്കും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അന്വേഷിക്കും. ഒന്നും ഉണ്ടായിട്ടില്ല എന്നാ പിടിച്ചോണ്ടോ? അങ്ങനെയല്ല. അങ്ങനെയൊന്നും പോലീസിന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ കോടതി വലിച്ചെറിയും. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നിയമം സ്ത്രീകൾക്ക് അനുകൂലമാണെന്ന് പറഞ്ഞാലും കാര്യത്തിൽ അനുകൂലമാണോ എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. മനസ്സിലായല്ലോ? പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി പ്രതിയാണെന്ന് പറഞ്ഞാൽ അയാളെ സ്വയം വെള്ളപൂശി ഇരയാകുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്, ഇരയാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇതിലൊക്കെ എന്താ സത്യം കള്ളം എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പലരും ഇവിടെ പരിശുദ്ധന്മാരായിട്ടുണ്ട്. അവർ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ ഇരയാണോ പ്രതിയാണോ എന്നുള്ളത് നമുക്ക് അറിയാത്തൊരു കാര്യവും കൂടിയാണ്. അങ്ങനെയും ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ പറയുന്ന ഒരു സിവിക് സെൻസ് എല്ലാത്തിലും വേണം. 2 പേര് തമ്മിൽ, അതാ ഞാൻ നേരത്തെ പറഞ്ഞ കൺസെന്റ്, അതോ എല്ലാത്തിനും കൺസെന്റ് വേണം. 100 തവണ കൺസെന്റ് ഉണ്ടായ 101ാമത്തെ പ്രാവശ്യം കൺസെന്റ് ഇല്ലാതെ ഇത് ചെയ്താൽ അത് റേപ്പാണ്. അങ്ങനെ ഒന്നും നമുക്ക് ഒന്നും ന്യായീകരിക്കാൻ പറ്റില്ല. പിന്നെ ഒരു മുറിയിൽ വെച്ച് കണ്ടു എന്നൊന്നും പറഞ്ഞേ, ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ഈ മുറിയിൽ ഇരിക്കുന്നു, ഒരു സ്ത്രീ, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, ഈ നിൽക്കുന്ന എല്ലാവരും പുരുഷന്മാരാ. അപ്പൊ ഒരു മുറിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ ആക്രമിക്കാൻ അവകാശമുണ്ടോ? ഇല്ല.
പറ്റില്ലല്ലോ അങ്ങനെ പറയാം. അങ്ങനെയല്ല, റൂമിൽ അങ്ങനെയല്ല, റൂമിൽ എനിക്ക് പറയാനുള്ള അവസരം തരുന്നില്ല. റൂമിൽ ചെന്നാലും അങ്ങനെ തന്നെയാണ്, അതിൽ കൺസെന്റ് ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ആ കൺസെന്റ് എന്ന് പറയുന്നത് ആ റൂം എടുത്ത വ്യക്തി, അതിജീവിത എന്ന് പറയുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് റൂം എടുത്തിരിക്കുന്നത്. ഞാൻ ആ അതിജീവിതയെ കുറച്ച് കാണിക്കാനോ താറടിക്കാനോ അല്ല ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ജനങ്ങൾ സംസാരിക്കുന്ന വിഷയമാണ്, ഒരു പൊതുജനങ്ങൾ എന്താണ് സംസാരിക്കുന്ന രീതിയിലായിരിക്കണം ഒരു ഇൻ്റർവ്യൂ സംസാരിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പൊതുജനങ്ങൾ സംസാരിക്കുന്ന കാര്യമാണിത്. അതായത് എടാ എന്നോട് ഈ ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ്, അവളും പോയിട്ടല്ലേടാ എന്ന് ചോദിക്കും. അപ്പം അങ്ങനെയുള്ളവനോട് നമുക്ക് പറയാനുള്ള മറുപടിയാണ് ഞാൻ റിനിയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. അത് ജനങ്ങളിലേക്ക് എത്തുക. പ്രശ്നം എന്ന് വെച്ചാൽ, സമൂഹത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇതൊരു സ്ത്രീയും പുരുഷന്റെയും വിഷയം മാത്രമായിട്ട് കാണുന്നതാണ്. ഒരു ജനപ്രതിനിധിയാണ് ഇവിടെ പ്രതിയായിട്ട്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം എന്തിനാണ്, ഇനി ഒരു സ്ത്രീയാണ് വിളിച്ചെങ്കിൽ പോലും അദ്ദേഹം എന്തിനാണ് അങ്ങനെ ഒരു കാര്യത്തിൽ ഇതില് പറയുന്ന 2 അതിജീവിതകളും വിവാഹിതരാണ്. ഈ വിവാഹിതരായ സ്ത്രീകളുടെ അടുത്തേക്ക് ഇദ്ദേഹം എന്തിനാണ് പോകുന്നത്? പിന്നെ ഫ്ലാറ്റ് വാങ്ങിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള പാരിതോഷികങ്ങൾ എന്തിനാണ് ആളുകളിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്? ജനപ്രതിനിധി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇവിടെ ഈ വിഷയം മുന്നോട്ട് വയ്ക്കുന്നവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഒരു ജനപ്രതിനിധി ആകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ധാർമ്മികതയുണ്ട്. ഇപ്പൊ നിയമത്തിൽ അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അതിനൊരു ധാർമ്മികതയുണ്ട്, ഒരു റെസ്പോൺസിബിലിറ്റി ആ സമൂഹത്തോട് അദ്ദേഹത്തിനുണ്ട്. അതാണ് ഇവിടെ ഏറ്റവും വലിയ സംഭവം. അല്ലാതെ ഇതൊരു വെറും ഒരു പുരുഷൻ, അതായത് ഇത് പുരുഷന്മാര് കാണുന്നത് ഇവിടെ ഞാനാണെങ്കിലോ എന്നാണ് ഈ പുരുഷന്മാര് അവരെ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, ഇതൊരു ജനപ്രതിനിധി എന്ന രീതിയിൽ, അതായത് ജനങ്ങൾ വിശ്വസിക്കുന്ന അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവർ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ. അതിപ്പോൾ ഈ റീസെന്റ് വന്ന എല്ലാ ന്യൂസുകളും അങ്ങനെയാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പൗരോഹിത്യത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിലും സിനിമയിലും ഒക്കെ ഉള്ള ആളുകൾ അവർക്ക് കിട്ടുന്ന ജനപിന്തുണയും ഇൻഫ്ലുവൻസിനെയും അധികാരത്തെയും എങ്ങനെ ദുർവിനിയോഗം ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ട്. അതിനെയാണ് അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ ഒരു സാധാരണ പുരുഷന്റെ കാര്യങ്ങളല്ല. അപ്പൊ ഒരു സാധാരണ പുരുഷന് കിട്ടാത്ത പ്രിവിലേജ് എന്തുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് ഒരു സാധാരണ പുരുഷനാണ് ഇങ്ങനെ പോകുന്നതെങ്കിൽ അയാളിപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങില്ല ഇനി ഒരിക്കലും. പക്ഷെ ഇങ്ങനെയുള്ള പുരുഷന്മാർക്ക് എന്തുമാകാം എന്നുള്ളൊരവസ്ഥയാണ്. അപ്പൊ അധികാരം കിട്ടുക സത്യത്തിൽ ഇതെല്ലാം ഒരു ഭാഗ്യമാണ്. കുറെ ജനപിന്തുണ ഉണ്ടാവുക, എല്ലാവരുടെ സ്നേഹം കിട്ടുക, അധികാരം ഉണ്ടാവുക. അപ്പൊ തിരിച്ചാ റെസ്പോൺസിബിലിറ്റി കാണിക്കണ്ടേ? ഇപ്പൊ അയാൾ അക്യൂസ്ഡ് ആകുമ്പോ ആ പാർട്ടിക്കും കൂടിയല്ലേ ഇതിന്റെ ദോഷം ഉണ്ടാകുന്നത്. പാർട്ടി മാറ്റി നിർത്തിയതും അയാളെ വിശ്വസിച്ച പാർട്ടി, അയാളെ വിശ്വസിച്ച ജനങ്ങൾ, അയാളെ വിശ്വസിച്ച സ്ത്രീകൾ എല്ലാവരും വഞ്ചിക്കപ്പെട്ടില്ല. തീർച്ചയായിട്ടും അതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. അല്ലാതെ ഇതൊരു പുരുഷനും സ്ത്രീയും തമ്മിലൊരു വിഷയവും ഒരു ഫെമിനിസവും. പക്ഷെ എന്താണെന്നറിയോ, ഞാൻ റിനി പറഞ്ഞിരിക്കുന്നത് വ്യക്തമായ നിലപാടാണ്. ഇത് എയർ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അത് ജനങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പം കുറച്ചും കൂടി കറക്റ്റ് രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, മനസ്സിലാവുന്ന ഭാഷയിൽ റിനിത അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്, പക്ഷേ അല്ല, അത് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി വ്യക്തമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. പക്ഷെ എങ്കിൽ പോലും ഞാൻ പിന്നെയും ചോദിക്കുന്നു, സ്ത്രീക്കും പുരുഷൻ പക്ഷേ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതില്ല എന്ന് പറയരുത്. അതല്ല ഞാൻ റൂം എടുത്ത ആളും റൂമിൽ പോയി ഇത് പരസ്പര സമ്മതത്തോട് ചെയ്ത 2 പേർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണ്. പക്ഷേ ഒരു MLA എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇത്രത്തോളം വലിയൊരു നിയമ സംവിധാനത്തിൻ്റെ ഏറ്റവും മേൽത്തട്ടിലുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിന് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കൂടുതലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അങ്ങനെ തന്നെ അംഗീകരിച്ച് പോകേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ റൂമിൽ ചെന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതിന്, അതായത് ഇതിലെന്താ കാര്യം വെച്ചാൽ, ഒരിക്കലും ഒരു സ്ത്രീ റൂമിലേക്ക് പോകരുത് എന്ന ആറ്റിറ്റ്യൂഡാണ് സൊസൈറ്റിക്ക് ഉള്ളത്. പോകരുതെന്നുള്ള ചില പെൺകുട്ടികൾക്ക് അങ്ങനെ മണ്ടത്തരം സംഭവിക്കുന്നുണ്ടെന്നേ, ഞാൻ അതിനെ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതേ സംഭവിക്കുള്ളൂ. പക്ഷെ പിന്നെ പരാതി കൊടുത്തു കഴിയുമ്പോൾ ഇതേ പ്രശ്നം വരെയും ചെയ്യും. നീ എന്തിനു പോയി എന്ന് ആളുകൾ ചോദിക്കുകയും ചെയ്യും. അത് നമുക്ക് പൊതുസമൂഹത്തിൽ നിന്ന് നടക്കുന്ന എത്രയോ കാര്യങ്ങൾ കാണുന്ന സ്ത്രീകളാ. പക്ഷെ ഞാൻ പറയുന്ന ഏത് വിഷയത്തിൽ ഈ സമൂഹത്തിന്റെ പ്രശ്നം സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്കാണ് അത് അവസാനിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഇവിടെ ഈ ജനപ്രതിനിധി നിൽക്കുമ്പോൾ പോലും സ്ത്രീ എന്തിനല്ല പോയി എന്നുള്ളതാണ് ചിന്ത. അല്ല, ഇതിൽ അതിനേക്കാൾ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ പീഡിപ്പിച്ചു.
ആ പീഡനം പറയാൻ ഇത്രയും ദിവസം എടുത്ത് എന്താണ് ഈ ഏകദേശം ഒരു 550 ദിവസം എടുത്ത് എന്താണ് ആ പീഡന പരാതി പറയാൻ? എത്ര ദിവസം എടുത്ത് പറഞ്ഞ് 2 വർഷം കഴിഞ്ഞ് പറഞ്ഞിട്ട് എന്തുമാത്രം അപമാനിക്കുന്നുണ്ട് ആ വ്യക്തിയെ, ആ അതിജീവിതയെ ഒന്ന് സോഷ്യൽ മീഡിയ നോക്കിയാൽ മതി. അപ്പൊ അതിന്റെ ഉത്തരം കിട്ടും. ഞാൻ പറഞ്ഞു മടുത്തത് അതിന്റെ ഉത്തരം. ഒന്ന് നോക്കിയാൽ മതി. എങ്ങനെ ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ ഒരു സ്ത്രീ എങ്ങനെ വന്ന് പറയും? താങ്കളുടെ സഹോദരിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ ആ കുട്ടി വന്നിട്ട് സമൂഹത്തിൽ പറയും? എങ്ങനെ പരാതി കൊടുക്കും? ഒരു സഹോദരൻ എന്ന നിലയിൽ താങ്കൾക്ക് പറയാൻ പറ്റുമോ? അല്ലാതെ എങ്ങനെ ആളുകൾ എടുക്കും? താങ്കളുടെ ബന്ധുക്കൾ എങ്ങനെ എടുക്കും? താങ്കളുടെ നാട്ടുകാർ എങ്ങനെ എടുക്കും? സമൂഹം എങ്ങനെ എടുക്കും? അത്രയും ചിന്തിച്ചു. വളരെ നല്ലൊരു ചോദ്യം തന്നെയാണ്. പക്ഷേ അത്രയും ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് തന്നെയാണ് അതിജീവിതകൾ മുന്നോട്ട് വരാത്തത്. അതാ ഞാൻ പറയുന്നത്, അത് മാറ്റണം എന്ന്. ആ ആറ്റിറ്റ്യൂഡ് മാറ്റണം. അത് സ്ത്രീകളെ ആറ്റിറ്റ്യൂഡ് മാറ്റണം. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാത്രം കുറ്റമാണെന്ന് വിചാരിക്കുന്ന ആറ്റിറ്റ്യൂഡ് സ്ത്രീകൾ മാറ്റണം എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്റെ ഇപ്പൊ ഒരു സഹോദരിയെ, എനിക്കിപ്പോ സഹോദരി ഉണ്ടെന്ന് കരുതുക. എൻ്റെ ഒരു സഹോദരിയെ ഒരു വ്യക്തി കടന്നു പിടിച്ചു, അല്ലെങ്കിൽ ലൈംഗികമായി പീഡിപ്പിച്ചു. ഉഭയസമ്മത പ്രകാരമുള്ള റൂമിൽ എടുത്തിട്ടുള്ള പരിപാടിയുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ അവൾ പിറ്റേ ദിവസം പരാതി കൊടുക്കും, അല്ലെങ്കിൽ ഞങ്ങൾ പരാതി കൊടുപ്പിക്കും. ഇല്ലെങ്കിൽ അവന് തക്കതായിട്ടുള്ള ഇടിയോ എന്താന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അതായത് അവന് കൊടുക്കേണ്ടത് പലിശയും ചേർത്ത് കൊടുത്തതിന് ശേഷം അവനെ നിയമപരമായിട്ട് കൊണ്ടുപോയി പോലീസിൽ ഏൽപ്പിക്കണം എന്ന് അഭിപ്രായപ്പെടുന്ന ആളാണ് ഞാൻ. ഇതിന്റെ അകത്ത് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയല്ല. അതാണ് പ്രശ്നം. അല്ല, ഈ വിഷയം സ്ക്രൂട്ടനൈസ് ചെയ്ത് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. മാനിപ്പുലേറ്റഡ് കൺസെന്റ് ഉണ്ട്, ഫോഴ്സ്ഡ് സെക്സ് ഉണ്ട്. അതിനൊന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്ത്രീകള് സമയത്ത് കൊടുക്കണം രണ്ട് കാര്യങ്ങളാണ്. സ്ത്രീകൾ മണ്ടത്തരത്തിൽ ഇങ്ങനെ ചെന്ന് വീഴുന്നത് ഒരു പ്രശ്നമാണ്. കാരണം പിന്നീട് പരാതി കൊടുക്കുമ്പോൾ ഈ സമൂഹം കൂടെ നിൽക്കില്ല. അതിനുള്ളൊരു ഉദാഹരണമാണ് നമുക്കറിയാമല്ലോ, ആക്രമിക്കപ്പെട്ട ഒരു അതിജീവിതയുടെ നമുക്ക് കാര്യം അറിയാം. പൾസർ സുനി ബന്ധപ്പെട്ടുള്ള ദിലീപ് കേസുകൾ കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. അതിനകത്ത് എന്താണ്, അവരോട് കൂടെ നമ്മൾ കട്ടയ്ക്ക് അവൾക്കൊപ്പം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാ? അവര് ആ അക്രമം ഉണ്ടായി പിറ്റേ ദിവസം പരാതി കൊടുത്തു. അത് നിയമപരമായിട്ട് മുന്നോട്ട് പോയി. ഇത് അക്രമണമാണ്, പീഡനമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അന്ന് കൊടുക്കണം പരാതി. പക്ഷെ അതിൽ പോലും ആ സ്ത്രീ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ സ്ത്രീയുടെ പോസ്റ്റ്, ഞാൻ പറഞ്ഞ ആ സ്ത്രീയുടെ കേസിൽ ആ സ്ത്രീ ഒരു റൂമിൽ പോയതല്ല, കാറിൽ അതിക്രമിച്ചു കയറി ഉണ്ടായ പീഡനമാണ്. അന്ന് തന്നെ പരാതി കൊടുത്തു. എന്നിട്ട് ആ സ്ത്രീ എന്തെല്ലാം സഫർ ചെയ്യുന്നു. ഇതൊക്കെയല്ലേ ഞങ്ങൾ സ്ത്രീകൾ കാണുന്നത്. അപ്പൊ എങ്ങനെ, ഇപ്പൊ ഞാൻ തന്നെ ഒരു മെസ്സേജിന്റെ കാര്യം പറഞ്ഞു, എന്നെ ഈ കിടന്ന് സൈബർ അറ്റാക്ക് ചെയ്യുന്നതല്ലേ ഈ സ്ത്രീകൾ കാണുന്നേ. അപ്പൊ ഞാൻ മിണ്ടാതിരുന്നേക്കാം, എന്തിനു ഈ പ്രശ്നത്തിന് പോകുന്നു എന്നല്ലേ ചിന്തിക്കുള്ളൂ. അതൊരു വലിയ പ്രശ്നമാണ്. ഈ ആക്രമിക്കപ്പെട്ട നടി അവസാനം ഒരു എഴുതിയിരിക്കുന്ന പോസ്റ്റ് വെച്ചിട്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞു. ഞാൻ അതിജീവിതയല്ല, ഞാൻ ഈരയല്ല, ഞാനൊരു മനുഷ്യനാണ്, എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. അങ്ങനെ ഒരു സ്ത്രീക്ക് ഈ സമൂഹത്തിൽ പറയേണ്ടി വരുമ്പോൾ ഈ സമൂഹത്തിന്റെ പരാജയമല്ലേ അത്? അപ്പൊ പിന്നെ എങ്ങനെ സ്ത്രീകൾ മുന്നോട്ട് വരുന്നത്? അതുകൊണ്ടാണ് ഈ 2-3 വർഷം കഴിയുന്നത്. കാരണം അവർക്ക് ധൈര്യം കിട്ടുന്നില്ല, ഭയമാണ്. പിന്നെ ഇന്ന് തന്നെ ഈ വിഷയം എടുക്കണേ, ഇന്ന് ആ കുട്ടിക്ക് നേരെ അയാൾ അയച്ചിരിക്കുന്ന ഭീഷണി സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലെന്താ പറയുന്നത്? ആളെ കൂട്ടി വീട്ടിൽ വരുമെന്ന് പറയും, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നീ അത് കഴിഞ്ഞ് നന്നായി ജീവിക്കണേ എന്ന് പറയുന്നുണ്ട്. കുടുംബത്തെ തകർക്കുമെന്ന് പറയുന്നത്, അയാൾക്കെതിരെ നിന്ന് എല്ലാവരെയും അവരുടെ കുടുംബത്തെയും തകർക്കുമെന്ന് ഭീഷണി പറയുന്നു. ഇങ്ങനെ ഭീഷണിയൊക്കെ പറയുമ്പോൾ ഒരു സാധാരണ പെൺകുട്ടിയെ സംബന്ധിച്ച് പേടിയാവുന്നേ. ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾക്കും പേടിയൊക്കെ തോന്നി. എനിക്ക് പേടി, ഞാൻ ബോൾഡായിട്ട് നിൽക്കുന്നു. എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല. അപ്പൊ ഇയാളുടെ അധികാരം വെച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ മിണ്ടാതെ ഇരിക്കാമെന്ന് ഒരു സ്ത്രീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങനെ തെറ്റുകാരിയാവും? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് അധികാര ദുർവിനിയോഗമാണ്. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അയാൾക്ക് കിട്ടിയിരിക്കുന്ന അധികാരത്തെയും അയാളുടെ സ്വാധീനത്തെയും പ്രിവിലേജുകളെയും ഉപയോഗിച്ചിരിക്കുകയാണ്. ശാരീരിക സുഖത്തിന് വേണ്ടി ഉപയോഗിച്ചു, അതിനുശേഷം ഈ മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടി ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് അയാൾ അധികാരം വെച്ച് ഭയപ്പെടുത്തി. അപ്പൊ എങ്ങനെ പെൺകുട്ടികൾ പുറത്തു വരുന്നത്? അപ്പോൾ ഒരു പെൺകുട്ടി ധൈര്യം സംഭരിച്ച് വരുമ്പോൾ ഈ സമൂഹം എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്? കമന്റ് സെക്ഷൻസ് എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്? ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ച്. ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ബോൾഡായിട്ട് നിൽക്കുന്നത് എനിക്ക് ഒരു അതിശയം തന്നെയാണ്. ഇത്രയും ബോൾഡാവാൻ എനിക്ക് സാധിക്കും. അതെല്ലാ സ്ത്രീകൾക്കും അങ്ങനെ സാധിക്കില്ല, എല്ലാവർക്കും അങ്ങനെ സാധിക്കില്ല. ഇത്തരത്തിൽ സഫർ ചെയ്യുന്ന സ്ത്രീകൾക്കൊരു ഉദാഹരണമായിട്ട് റിനിയെ പോലുള്ളവർ ഇത്തരത്തിൽ ശക്തമായ നിലപാടുകൾ എടുത്ത് തന്നെ മുന്നോട്ട് പോകണം. അതെ, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഒരിക്കലും തളരേണ്ട കാര്യമില്ല. ഞാൻ ആദ്യത്തെ ബൈറ്റിൽ തന്നെ പറഞ്ഞു, ഞാനന്ന് ചിരിച്ചാണ് സംസാരിച്ചത്. അത് ഭയങ്കര കുറ്റകൃത്യമായിട്ടാണ് ആളുകൾ കണ്ടത്. എന്താ ചിരിക്കുന്നതിന് കുഴപ്പം? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എനിക്കൊരാൾ മെസ്സേജ് അയച്ചാൽ ഞാൻ എന്നും കരയണോ? ഞാൻ ഇങ്ങനെ ഡ്രസ്സ്, ഞാൻ വലിയ കമ്മലിട്ടു, ഒരാൾ മെസ്സേജ് അയച്ചാൽ ഞാൻ പിന്നെ കമ്മലിടണ്ട? ഇതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് വേട്ടക്കാരനാണ് കരയേണ്ടത്.
ഇരയാക്കപ്പെട്ട വ്യക്തി ചിരിച്ചുകൊണ്ട് ലോകത്തെ ഫേസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പെൺകുട്ടികളാകേണ്ടത്. അല്ല, പിന്നെ പെൺകുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം വീട്ടുകാരാണ്. അയ്യോ ഞങ്ങളുടെ മാനം പോയേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ്. പുറത്തേക്ക് പറയരുത്, പരാതി കൊടുക്കരുത് എന്ന് മെയിനായിട്ട് പറയുന്ന ബന്ധുക്കളാണ്. ആണല്ലേ? എല്ലാ വിഷയങ്ങളിലും ഏത് കേസുകൾ എടുത്തു കഴിഞ്ഞാൽ. അല്ല, ഈ റിനി ഇത് ആദ്യമായിട്ട് തുറന്നു പറഞ്ഞപ്പം ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് എന്തിനാ അങ്ങനെ ഒരു ചോദ്യം വന്നോ? എന്റെ വിഷയത്തിലില്ല. ഒന്നത് എന്റെ ബന്ധുക്കൾക്ക് അറിയാലോ, ഞാൻ പണ്ട് തുടങ്ങി വളരെ ബോൾഡാണ്. ഐ ഡോണ്ട് കെയർ. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ഈവൻ പറയേണ്ടത് ആരുടെ മുഖത്ത് നോക്കി വെട്ടി തുറന്നു പറയും. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഇടിയൊക്കെ കൊടുത്ത് അടിച്ചിട്ടൊക്കെ ഉള്ള ആളാണ് ഞാൻ. ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ എന്റെ ബന്ധുക്കൾക്ക് അറിയാം, എന്നെ ഉപദേശിച്ചു. ബന്ധുക്കൾക്ക് അറിയാം, ഓക്കെ. പക്ഷെ എനിക്ക് കഥ പറഞ്ഞാൽ കൊള്ളാം. ഐഡി കൊടുത്ത് എന്താണ് കേസ് കേട്ട്? സ്കൂൾ കാലഘട്ടത്തിൽ എന്താണ്? സ്കൂൾ കാലഘട്ടത്തിൽ എന്റെ പുറകെ സ്ഥിരമായിട്ട് നടന്നിരുന്ന ഒരു പയ്യനെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അന്നുണ്ടായ സംഭവം എന്ന് വെച്ചാൽ, നിരന്തരം ഈ ചെക്കൻ എന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി പയ്യൻ. അപ്പൊ ആദ്യമൊക്കെ ഞാനിങ്ങനെ, എനിക്കൊരു താല്പര്യമില്ലാന്ന് പലവണ പറഞ്ഞു, ഹിന്റ് ചെയ്തു, ഒന്നും നടക്കുന്നില്ല. സ്ഥിരം ഇങ്ങനെ പുറകെ എടുക്കുക. അവസാനം ഞാൻ ഒരു ദിവസം, എനിക്കങ്ങ് സഹിച്ചില്ല, ഒരു ദിവസം ഞാൻ അവന്റെ ഷർട്ടിന്റെ കുത്തിനെ മേടിച്ചിട്ട് അടിച്ചു. എന്തൊരു മോശമായിട്ട് പെരുമാറിയോ? ഇല്ല, നിരന്തരം എന്റെ പുറകെയാണ്. ഞാൻ ഫ്ലേർട്ട് ചെയ്യുന്നു സ്ഥിരം, ഇങ്ങനെ ഐ മീൻ സ്റ്റോക്ക് ചെയ്യുന്നു സ്ഥിരം. ഞാൻ പലതവണ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, പിന്നെ നിരന്തരം ഇങ്ങനെ പറഞ്ഞു. നിനക്ക് എന്താടാന്ന് ചോദിച്ചു. അടിച്ചു എന്നല്ല, കോളർ പിടിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും ആൾക്കാർ ഓടിക്കൂടി. അപ്പൊ ആൾക്കാർ ഓടിക്കൂടി ഇപ്പൊ അവര് പറഞ്ഞു, ഓഹ് ഈ പെൺകുട്ടിക്ക് ഇത്രയും ദേഷ്യം, അവൻ അവളെ എന്തോ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യമില്ലായിരുന്നു എനിക്ക് തോന്നി. കാരണം അങ്ങനെയാ കാണുന്നത്. നമ്മൾ ഒരു ഗേൾ പ്രതികരിച്ചാൽ പോലും ചെറിയ കാര്യത്തിനൊക്കെ പ്രതികരിക്കുമോ? അതായത് ഞാൻ ഈ മെസ്സേജിന്റെ കാര്യം പറഞ്ഞപ്പോ എന്റെ അടുത്ത് ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നിങ്ങളാണ് ആ ഗർഭിണിയായ പെൺകുട്ടി എന്ന് വിചാരിക്കില്ലേ? വെറുതെ എന്തിനിങ്ങനെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ വിചാരിക്കില്ല. ഞാൻ ആളുകളുടെ പ്രശ്നം ഇതാണ്. നമ്മളൊന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരതിന്റെ അവള് പ്രതികരിച്ചെങ്കിൽ എന്തെങ്കിലും നടന്നുണ്ടോ, അല്ലാതൊന്നും ഈ ആറ്റിറ്റ്യൂഡാണ് അങ്ങനെ. അപ്പോൾ ഞാൻ പൊതുവെ ഭയങ്കര ബോൾഡാണ്, മൈൻഡ് ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ എന്റെ ക്യാരക്ടർ അറിയാവുന്നത് കൊണ്ട് തന്നെ അങ്ങനെ എന്റെ ബന്ധുക്കൾ ആരും വന്നിട്ട് അങ്ങനെ പറഞ്ഞില്ല. പിന്നെ ഞാൻ ചെന്നൈയിൽ പഠിക്കുന്ന സമയത്ത്, ജേർണലിസം പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയ പ്രശ്നം. അതായത് ഈ എന്തോ ഒരു യൂണിഫോം എടുക്കുന്ന ഒരു കാര്യത്തിൽ, യൂണിഫോം ഇപ്പൊ ടീഷർട്ട് നമ്മൾ LM സൈസ് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അതിന് പകരം ഇവര് എല്ലാ പെൺകുട്ടികളെയും ചെസ്റ്റ് സൈസ് എടുക്കുവാണ്. ബനിയൻ എടുക്കുന്നതിന് വേണ്ടി. അപ്പൊ ഒരു പെൺകുട്ടി വന്നിട്ട് എല്ലാവരുടെയും ചെസ്റ്റ് സൈസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തിന്റെ ആവശ്യം? അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോ ഇവളിങ്ങനെ പതുക്കെ പോയിട്ട് അവിടെ ഒരു പയ്യൻ ഇരിക്കുന്നുണ്ട്. അവന്റെ അടുത്ത് പതുക്കെ ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ട് ഇത് പറയും. അപ്പൊ ഇവൻ ഇങ്ങനെ പേപ്പറിൽ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ആണുങ്ങൾ ഇത് കൈകാര്യം ചെയ്യും. ഈ ക്ലാസ്സിലെ പെമ്പിള്ളേരെ ചെസ്റ്റ് സൈസ് ആണ് ഇവർ എഴുതുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ചെന്നൈയിലാണെന്ന് ഓർക്കണം. ഞാൻ ഒരു മലയാളിയാണ്, അവിടെ മൊത്തം തമിഴന്മാര്. തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഞാൻ അവിടെ ചെന്നിട്ട് പേപ്പർ അങ്ങ് വലിച്ച് കീറി എറിഞ്ഞു. എന്നിട്ട് ഭയങ്കര ഇഷ്യൂ, എന്നെ എല്ലാരും ഒറ്റപ്പെടുത്തി. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ഇതിവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. അതായത് യൂണിഫോം അവരെന്തോ ഒരു പരിപാടി. ഒന്നാമത് ചെസ്റ്റ് സൈസ് എടുക്കേണ്ട കാര്യമില്ല ഈ വിഷയത്തിന്. പിന്നെ അതൊരു ബോയ്സ് അത് എഴുതുന്നത് എന്തിനാ എഴുതുന്നത്? സംതിങ് റോങ്. അപ്പൊ ഞാൻ ഭയങ്കര പ്രശ്നമുണ്ട്. പക്ഷെ എന്റെ കൂടെ ആരും നിന്നില്ല, കാരണം ഞാൻ മലയാളിയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് പോലും ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടർ അല്ല. അപ്പൊ അതുകൊണ്ട് പ്രതികരിക്കും, ഒരു സംശയമില്ല. ആവശ്യമില്ലാതെ പ്രതികരിക്കുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, ആവശ്യമുള്ളതിന് മാത്രമുള്ളൂ. അല്ല, നമുക്ക് വിട്ടുകളയാവുന്നതാണെങ്കിൽ ഞാൻ അങ്ങ് വിട്ടുകളയും. ഞാൻ പറയും വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടുകളയും, ഒഴിവാക്കി വിടും. പക്ഷെ ഭയങ്കര ക്രിമിനൽ പ്രവൃത്തിയൊക്കെ ആണെങ്കിൽ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. ചെറിയ ഫ്ലേട്ടിംഗ് ഒക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊക്കെ പറഞ്ഞങ്ങ് മതി എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് മനസ്സിലായി. ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം നിലവിൽ ഇപ്പോ എന്താണ് നമ്മുടെ ഇനി നെക്സ്റ്റ് മൂവ്മെന്റ് എന്താണ്? ഇനിയിപ്പോ എന്താണ് അടുത്തടുത്ത പടികൾ എന്താണ്? അതെനിക്ക് തന്നെ അറിയില്ല. കാരണം ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് എത്തിക്കും. അതാണ് ലൈഫ്. ഇപ്പൊ എനിക്കൊരു പർപ്പസ് ഉണ്ടെങ്കിൽ അത് സംഭവിച്ചോളും. അപ്പൊ അങ്ങനെ പ്ലാൻസ് ഒന്നുമില്ല. പിന്നെ നമ്മുടേതായ പിന്നെ പൊതുവെ പ്ലാൻസ് അങ്ങനെ പറയുന്ന ഒരാളും അല്ല ഞാൻ. അതായത് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവല്ലോ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. പിന്നെ ദൈവം വിചാരിക്കുന്ന പോലെ, സാഹചര്യങ്ങൾ സംഭവിക്കുന്ന പോലെയൊക്കെ സംഭവിക്കട്ടെ. അല്ലെ, സംഭവിച്ചതിനെല്ലാം നല്ല സംഭവിക്കാനിരിക്കുന്നു.
നല്ലതിന് നല്ലതിന്. എല്ലാം ഗുഡിന് അല്ലേ? എല്ലാം സംഭവിച്ച ഗുഡിന്. എല്ലാം ഗുഡിന്, ഇനി വരാൻ പോകുന്ന എല്ലാം ഗുഡിന്. അങ്ങനെ ഒരു വിശ്വാസത്തിൽ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും ഇന്ന് ഇപ്പോൾ എനിക്ക് കുറച്ചു നേരം സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ആളുടെ ബോൾഡ്നെസ്സും പറയുന്ന നിലപാടിലെ ആ ഒരു കാർക്കശ്യവും കരുത്തും എല്ലാം മനസ്സിലായി. അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഉയർന്ന ഒരു പൊസിഷനിലേക്ക് ഇനി വീണ്ടും 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 മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ ഊർജ്ജവും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കട്ടെ. Thank you തീർച്ചയായിട്ടും so much. സംഭവിക്കും. നിലപാടുള്ളവരെ ജനങ്ങൾ അംഗീകരിക്കും, അതിനൊരു സംശയമില്ല. ഇതുവരെ നിലപാടിൽ വെള്ളം ചേർത്തിട്ടില്ല, ഇല്ല, ഒരിക്കലും. നിലപാടിൽ മായം വരുത്തിയിട്ടുമില്ല, പറയേണ്ടത് പറഞ്ഞ് തന്നെ പോയിട്ടുണ്ട്. അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. ഈ എന്താ പറയുക, കല്ലേറുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം സംഭവിക്കും. അതൊക്കെ ആ സ്വാഭാവികമായിട്ട് കല്ലുകൾ വെച്ച് നമ്മളൊരു കൊട്ടാരം പണിയും. അതാണ് കൊട്ടാരം പണിയണം. ആ കല്ലുകൾ വെച്ചൊരു കൊട്ടാരം പണിയണം. അതാണ് ഇതിലാകുമ്പോൾ പിന്നെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ എന്താണെങ്കിലും ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ട് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.